ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ലാസ്റ്റ് ഭാഗമായ ബൈനറി ഓപ്പറേഷനിലേക്കാണ് കടക്കുന്നത്. നമുക്ക് ഒട്ടും സമയം പോക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. എ ബൈനറി ഓപ്പറേഷൻ അത് റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റാർ യൂസ് ചെയ്തിട്ടാണ്. സ്റ്റാർ എന്നുള്ള ശരിക്കും നമ്മൾ പറയാ ദിസ് ഈസ് ആസ്ട്രിക് സൈൻ ആണ്. സ്റ്റാർ തൽക്കാലം സ്റ്റാർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് പോകാം. നമുക്ക് ആസ്ട്രിക് സൈൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ സ്റ്റാർ ഓൺ എ സെറ്റ് എ is a function അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഡൊമെയിനും വേണം കോഡൊമെയിനും വേണം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർ which is defined from a cross a to a. നമുക്കറിയാം എയും ബിയും ആണെങ്കിൽ എ ക്രോസ് ബി ആണെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്. അതേപോലെ എ ക്രോസ് എയും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ നിന്ന് എയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്ത് സാധനം? ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് അതിന്റെ റെപ്രസെന്റേഷനിൽ നമ്മൾ നോക്കാം. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് സ്റ്റാർ ഓഫ് എ കമ ബി. നമുക്കറിയാം എയും ബിയും എയിലുള്ള എലമെന്റ്സ് ആണ്. സ്റ്റാർ ഓഫ് എ കമ ബി എന്ന് പറഞ്ഞത് ബൈ എ സ്റ്റാർ ബി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനാണ്. റെപ്രസെന്റഡ് സ്റ്റാർ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എ ക്രോസ് എ ആയിരിക്കും. അതിന്റെ കോഡൊമെയിൻ എന്ന് വെച്ചാൽ എ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ സെറ്റ് എ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എ ക്രോസ് എ ടു എ. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ലെറ്റ് സ്റ്റാർ ബി ആൻ ഓപ്പറേഷൻ on A where A equal to set -1 0 1 which is defined as A star B equal to A into B, that is AB. Check whether star is a binary operation or not. അങ്ങനെ നമ്മൾ ഇവിടെ നോക്കുന്നത് സ്റ്റാർ എന്ന ഒരു ഓപ്പറേഷൻ തന്നിട്ടുണ്ട് ഓൺ എ. എന്ന് പറഞ്ഞ സെറ്റ് -1 0 1 ആണ്. ആൻഡ് സ്റ്റാർ ഇസ് എ ഓപ്പറേഷൻ ഡിഫൈൻഡ് ആസ് എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി. അങ്ങനെയാണെങ്കിൽ സ്റ്റാർ ബൈനറി ഓപ്പറേഷൻ ആകണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻ ഫ്രം എ ക്രോസ് എ ടു എ. എ ക്രോസ് എയിൽ നിന്ന് എയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കണം എന്ത്? സ്റ്റാർ. അപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നോക്കാം. എ ക്രോസ് എയും എല്ലാം വെച്ചിട്ട് നമുക്കൊരു എയറോ ഡയഗ്രാം വരച്ച് നോക്കാം. എ എന്ന സെറ്റ് -1 0 1. ഒന്നുകൂടി എഴുതാം. എ എന്ന സെറ്റ് എ ഈക്വൽ ടു -1 0 1. നമുക്ക് എയറോ ഡയഗ്രാം വരച്ച് നോക്കാം. ഇവിടെ എ ക്രോസ് എ, ഇവിടെ എ, ഇവിടുന്ന് ഇവിടത്തേക്ക് ഡിഫൈൻ ചെയ്യുന്നത് സ്റ്റാർ. ഒരു ഫംഗ്ഷൻ ആണ് നോക്കാം. ഫസ്റ്റ് ആണെങ്കിൽ എന്താ പ്രത്യേകത? ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സിനും സെക്കൻഡ് സെറ്റിൽ എത്ര ഇമേജ് ഉണ്ടാവണം? ഒരു ഇമേജ് ഉണ്ടാവണം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എ ക്രോസ് എ എന്ന് പറയുമ്പോൾ ഇവിടെ -1 -1 -1 0 -1 1. ഇനി 0 എടുത്താൽ 0 -1 0 0 0 1. അത് നമ്മൾ അടുത്തത് 1 എടുത്താൽ 1 -1 1 0 1 1. എ എന്ന സെറ്റ് നമുക്കറിയാം -1 0 1. അത് നമ്മൾ ഓരോന്നും നോക്കാം ബൈ ഡെഫിനിഷൻ. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ എ സ്റ്റാർ ബി ഇസ് ഡിഫൈൻഡ് ആസ് എ ഇൻറ്റു ബി. അതിലെ എ എന്ന എലമെന്റ് ഫസ്റ്റ് എലമെന്റ്, ബി എന്ന എലമെന്റ് സെക്കൻഡ് എലമെന്റ്. അപ്പം എ എന്ന എലമെന്റും എ എന്ന സെറ്റിൽ നിന്നാണ് വരുന്നത്, ബി എന്ന എലമെന്റും എ എന്ന സെറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് എലമെന്റ്സ് എടുക്കുക. അത് ഡിഫൈൻ ചെയ്യുന്നത് എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി ആണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ -1 സ്റ്റാർ -1 എന്ന് വെച്ചാൽ -1 എ -1 b -1 star -1 equal to
-1 into -1 which is equal to 1 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ എലമെന്റ്, ഈ ഓർഡർ പെയറിന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഇനി അടുത്ത് നോക്കാം. എയുടെ സ്ഥാനത്ത് -1, ബിയുടെ സ്ഥാനത്ത് 0. -1 സ്റ്റാർ 0 എന്ന് വെച്ചാൽ -1 into 0. -1 into 0 എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ആയി. അങ്ങനെയാണെങ്കിൽ ഈ ഓർഡർ പെയറിന്റെ ഇമേജ് 0ലേക്ക് വന്നു. ഇനി അടുത്തത് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അടുത്തത് -1a 1b. -1 സ്റ്റാർ 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് -1 into 1. -1 into 1 എന്തായി? -1. അങ്ങനെയാണെങ്കിൽ ഈ ഓർഡർ പെയറിന്റെ ഇമേജ് എന്തിലേക്ക് പോയി? -1ലേക്ക് പോയി. എത്ര എളുപ്പമല്ലേ? അങ്ങനെയാണ് ബാക്കിയുള്ള നമുക്ക് ചെയ്ത് നോക്കാം. 0 -1 ആണെങ്കിൽ 0 സ്റ്റാർ -1 എന്ന് വെച്ചാൽ 0 into -1 that is 0. ബാക്കി മൾട്ടിപ്ലൈ നോക്കാം. 0 into 0 0 ആയി, 0 into 1 0 ആയി, 1 into -1 -1 ആയി, 1 into 0 0 ആയി, 1 into 1 1 ആയി. നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സും, അതായത് എ ക്രോസ് എ ഉള്ള എല്ലാ ഓർഡർ പെയർസിനും ഇമേജ് ഉണ്ട്. എത്ര ഇമേജ് ഉള്ളൂ? ഒരൊറ്റ ഇമേജ് ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഇറ്റ്സ് എ ബൈനറി ഓപ്പറേഷൻ. അതായത് ഫസ്റ്റ് സെറ്റിലെ എല്ലാ ഓർഡർ പെയർസിനും സെക്കൻഡ് സെറ്റിൽ എത്ര ഇമേജേ ഉള്ളൂ? ഒരൊറ്റ ഇമേജേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എഴുതാം ഹിയർ സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ. വേണേ കാരണം എഴുതാം. സിൻസ് സ്റ്റാർ ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ക്രോസ് എ ടു എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ള ഫംഗ്ഷൻ ആണ് എന്ത് സാധനം? സ്റ്റാർ. അതുകൊണ്ട് അതെന്താണ്? ബൈനറി ഓപ്പറേഷൻ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ -1 എന്ന എലമെന്റും എയിൽ നിന്നാണ്, -1 എന്ന എലമെന്റും എയിൽ നിന്നാണ്, എ എന്ന എലമെന്റും ബി എന്ന എലമെന്റും എയിൽ തന്നെ. -1 into -1 അല്ലെങ്കിൽ -1 സ്റ്റാർ -1 എന്ന് വെച്ചാൽ -1 into -1 കിട്ടുന്ന ആൻസർ 1 ആണ്. എ എന്ന എലമെന്റും എ എന്ന സെറ്റിലാണുള്ളത്, ബി എന്ന എലമെന്റും എ എന്ന സെറ്റിലാണുള്ളത്. ഇതിന്റെ സ്റ്റാർ ഓപ്പറേഷൻ ചെയ്ത റിസൾട്ടായ 1ഉം ഏതിൽ തന്നെയാണുള്ളത്? എ എന്ന സെറ്റിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് സ്റ്റാർ എന്നത് ബൈനറി ഓപ്പറേഷൻ ആകണമെങ്കിൽ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ എ എന്ന സെറ്റിലെ ഏത് രണ്ട് എലമെന്റ്സ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താലും, സ്റ്റാർ എന്ന ഓപ്പറേഷൻ ചെയ്താലും ആ എലമെന്റ് എയിൽ തന്നെ ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഓപ്പറേഷൻ ഈസ് എ ബൈനറി ഓപ്പറേഷൻ. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എ ക്രോസ് എ ടു എ എന്നാണ്. ഇനി നമ്മൾ വേറെ രീതിയിൽ ചിന്തിച്ചാൽ എ എന്ന സെറ്റിലെ ഏത് രണ്ട് എലമെന്റ്സും സ്റ്റാർ ഓപ്പറേഷന് വിധേയമാക്കിയാൽ ആ കിട്ടുന്ന റിസൾട്ടന്റും എ എന്ന സെറ്റിൽ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ. നമുക്കിനി നമ്പേഴ്സും ബൈനറി ഓപ്പറേഷനും തമ്മിലുള്ള കണക്ഷൻ നോക്കാം. n നാച്ചുറൽ നമ്പർ, w ഹോൾ നമ്പർ, z ഇൻറ്റീജർ, q റാഷണൽ നമ്പർ, t റാഷണൽ നമ്പർ, r റിയൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻസ് എഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. എഡിഷൻ എന്നത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന സെറ്റിലെ ബൈനറി ഓപ്പറേഷൻ ആകണമെങ്കിൽ ഏത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താലും എന്ത് നമ്പർ ആയിരിക്കണം? നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അങ്ങനെയാണോ? യെസ്. അപ്പോൾ നമുക്ക് പറയാം ഹിയർ എഡിഷൻ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. കാരണം ഏത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താലും എന്ത് നമ്പറാ? നാച്ചുറൽ നമ്പർ. സബ്ട്രാക്ഷൻ വരുമോ? സബ്ട്രാക്ഷൻ വരൂല. കാരണം എന്താ വെച്ചാൽ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ എന്ത് കിട്ടണമെന്നില്ല? നാച്ചുറൽ നമ്പർ കിട്ടണമെന്നില്ല. ഫോർ എക്സാമ്പിൾ 2 - 3 ചെയ്തു, 2 - 3 -1 ആണ്. ഇറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ എന്തല്ല? നാച്ചുറൽ നമ്പർ അല്ലാത്തതുകൊണ്ട് നോ എന്ന് എഴുതാം. So we can say that subtraction is not a binary operation on n. Multiplication of രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് നമ്പറാ? നാച്ചുറൽ നമ്പർ. യെസ്. രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്താലോ? ഡിവൈഡ് ചെയ്ത് നോക്കാം. 1/2. 1 നാച്ചുറൽ നമ്പർ ആണ്, 2 നാച്ചുറൽ നമ്പർ ആണ്. 1/2 എന്ത് നമ്പർ അല്ല? ഇറ്റ് ഇസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. അപ്പം നോ. നിങ്ങൾ പോസ് ചെയ്തിട്ട് ഒന്ന് ഹോൾ നമ്പേഴ്സിന്റെ കേസ് നോക്കിയാട്ടെ. നമ്മൾ നോക്കുമ്പോൾ രണ്ട് ഹോൾ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ വീണ്ടും ഒരു ഹോൾ നമ്പർ. സബ്ട്രാക്ട് ചെയ്താൽ ഇതുപോലെ തന്നെ, അതായത് 2 - 3 ചെയ്തു എന്ന് വിചാരിക്കുക, -1. ഇറ്റ് ഇസ് നോട്ട് എ ഹോൾ നമ്പർ. അതുകൊണ്ട് രണ്ട് ഹോൾ നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ എന്ത് നമ്പർ അല്ല? ഹോൾ നമ്പർ അല്ല. നോ. മൾട്ടിപ്ലൈ ചെയ്താൽ ഏത് രണ്ട് ഹോൾ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് നമ്പറാ? ഹോൾ നമ്പർ.
യെസ്. അതുകൊണ്ട് പറയാം മൾട്ടിപ്ലിക്കേഷൻ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ഹോൾ നമ്പേഴ്സ്. ഇനി ഡിവൈഡ് ചെയ്യുമ്പോഴോ? ഡിവൈഡ് ചെയ്യുമ്പോൾ പറ്റൂല. 3 എന്ന് പറഞ്ഞത് ഹോൾ നമ്പർ, 5 എന്ന് പറഞ്ഞത് ഹോൾ നമ്പർ. 3/5 എന്ത് നമ്പർ അല്ല? ഹോൾ നമ്പർ അല്ല. നോ. ഇനി ഇൻറ്റീജേഴ്സിന്റെ കേസില് 2 ഇൻറ്റീജേഴ്സ് തമ്മിൽ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് നമ്പറാ? ഇൻറ്റീജർ. അതുകൊണ്ട് ഇവിടെ യെസ് യെസ് യെസ്. പക്ഷെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ -1 എടുത്തു, -1/3 ആണെന്ന് വിചാരിക്കും. -1 ഇൻറ്റീജർ ആണ്, 3 ഇൻറ്റീജർ ആണ്. -1/3 എന്ത് നമ്പർ അല്ല? ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻറ്റീജർ. അതുകൊണ്ട് ഡിവിഷൻ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ഇൻറ്റീജർ സെറ്റ്. ഇനി റാഷണൽ നമ്പേഴ്സ്. 2 റാഷണൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് നമ്പർ തന്നെ? റാഷണൽ നമ്പർ തന്നെ. അതുകൊണ്ട് ഈ ഓപ്പറേഷൻസ് എല്ലാം ബൈനറി ഓപ്പറേഷൻ ആണ് ഓൺ റാഷണൽ നമ്പർ. പക്ഷെ ഡിവൈഡ് ചെയ്യുമ്പം താഴെ 0 വരുന്ന കേസ് നമുക്കറിയുന്ന കാര്യം. 2/0 എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ മക്കൾ മനസ്സിലാക്കുന്നത് 0 വരുന്ന കേസിൽ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡിവിഷൻ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ക്യൂ. പക്ഷേ 0 എന്നത് റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് റിമൂവ് ചെയ്താൽ ഡിവിഷനും എന്ത് ഓപ്പറേഷൻ ആണ്? ബൈനറി ഓപ്പറേഷൻ ഓൺ ക്യൂ. ഇനി ഇറാഷണൽ നമ്പേഴ്സ്, ഇതാ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരും. 2 ഇറാഷണൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം നമുക്ക്. ഞാനിവിടെ 2 + √2 എടുത്തു, 2 - √2. √2 - √2 ആഡ് ചെയ്താൽ ക്യാൻസൽ ആയി. 2 + 2 എന്ന് വെച്ചാൽ 4 ആയി. ഇറ്റ് ഈസ് നോട്ട് എ ഇറാഷണൽ നമ്പർ. അത് എന്ത് നമ്പറാ? റാഷണൽ നമ്പറാ, ഇറാഷണൽ അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം 2 ഇറാഷണൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് നമ്പർ അല്ല? ഇറാഷണൽ നമ്പർ ആവണമെന്നില്ല. ഇനിയിപ്പോ അടുത്ത കേസ് മൈനസ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുന്ന വെച്ചാൽ ആദ്യത്തെ ഇറാഷണൽ നമ്പർ 2 + √2 കൊടുത്തു, രണ്ടാമത്തും അത് തന്നെ കൊടുത്തു 2 + √2. നമ്മൾ നോക്കിയാൽ 2 - 2 0 ആയി, √2 - √2 0 ആയി, 0 കിട്ടി. 0 എന്ത് നമ്പർ അല്ല? ഇറ്റ് ഇസ് നോട്ട് ആൻ ഇറാഷണൽ നമ്പർ. ഇറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു ടി. അതുകൊണ്ട് സബ്ട്രാക്ഷനും എന്തല്ല? ഇറ്റ് ഇസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ഇറാഷണൽ നമ്പർ. ഇനി മൾട്ടിപ്ലിക്കേഷന്റെ കേസ് നമ്മൾ ചെയ്യുമ്പോൾ 2 + √2 എടുത്തു. ഇവിടെ ഞാൻ 2 - √2 എടുത്തു. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് എ, ഇത് ബി, ഇത് എ, ഇത് ബി. നമ്മൾ നോക്കിയാൽ a + b × a - b. a + b × a - b എന്താ? a² - b² that is equal to 2 ന്റെ സ്ക്വയർ 4 -√2 ന്റെ സ്ക്വയർ 2. 4 - 2 എന്തായി? 2 ആയി. അത് എന്ത് നമ്പർ അല്ല? ഇറ്റ് ഇസ് നോട്ട് ആൻ ഇറാഷണൽ നമ്പർ. ഇറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു ടി. അപ്പൊ 2 ഇറാഷണൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് നമ്പർ കിട്ടണമെന്നില്ല? ഇറാഷണൽ നമ്പർ കിട്ടണമെന്നില്ല. ഇനി ഡിവൈഡ് ചെയ്താൽ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ √2 എടുത്തു, ഡിവൈഡ് ബൈ √2. √2 ഇറാഷണൽ ആണ്, √2 ഡിവൈഡ് ബൈ √2 എന്താ? 1 ആണ്. ഇറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു ടി. അപ്പം ഇവിടെയും നോ. അപ്പം എഡിഷൻ ആയിക്കോട്ടെ, സബ്ട്രാക്ഷൻ ആയിക്കോട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഡിവിഷൻ ആയിക്കോട്ടെ, ദേ ആർ നോട്ട് ബൈനറി ഓപ്പറേഷൻ ഓൺ ഇറാഷണൽ നമ്പേഴ്സ്. ഇനി റിയൽ നമ്പേഴ്സ് കേസ്, 2 റിയൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് നമ്പർ തന്നെ? റിയൽ നമ്പർ തന്നെ. യെസ് യെസ് യെസ്. പക്ഷെ ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെ 0 വരും. 0 വരുന്നതുകൊണ്ട് നോട്ട് ഡിഫൈൻഡ് ആവുന്ന കേസ് വരുന്നതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. ഡിവിഷൻ ഇസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓൺ റിയൽ നമ്പേഴ്സ്. പക്ഷെ ആ കേസിലും 0 എന്നത് റിമൂവ് ചെയ്താൽ ഇറ്റ് ഇസ് എ ബൈനറി ഓപ്പറേഷൻ. നമുക്കിനി ബൈനറി ഓപ്പറേഷൻ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് സ്റ്റാർ ബി എൻ ഓപ്പറേഷൻ on A where A equal to set 1, 2, 3, 4, 5 and which is defined as A star B equal to LCM of A, B. Is star a binary operation? നമുക്ക് സ്റ്റാർ എന്നൊരു ഓപ്പറേഷൻ തന്നിട്ടുണ്ട് ഓൺ എ. എ എന്ന സെറ്റ് 1, 2, 3, 4, 5 ആണ്. അങ്ങനെയാണെങ്കിൽ
ഇവിടെ ഓപ്പറേഷൻ തന്നിരിക്കുന്നത് എ സ്റ്റാർ ബി ഇസ് ഡിഫൈൻഡ് ആസ് എൽസിയം ഓഫ് എ കമ ബി. അതായത് ഏത് രണ്ട് എലമെന്റ്സ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താലും കിട്ടുന്ന റിസൾട്ടന്റ് ആ സെറ്റ് തന്നെ ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഓപ്പറേഷൻ ഇസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇവിടെ എ സ്റ്റാർ ബി, ഫോർ എക്സാമ്പിൾ 1 സ്റ്റാർ 1. 1 സ്റ്റാർ 1 എന്ന് വെച്ചാൽ എൽസിയം ഓഫ് 1,1. 1ന്റെയും 1ന്റെയും എൽസിയം എന്ന് വെച്ചാൽ 1 തന്നെ. ഇനി നമ്മൾ നോക്കിയാൽ 2 സ്റ്റാർ 3 എടുത്തു. 2 സ്റ്റാർ 3 എന്ന് വെച്ചാൽ എൽസിയം ഓഫ് 2,3. എൽസിയം എന്ന് വെച്ചാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അത് ചെയ്യാൻ ഇങ്ങനെയാണ്, ഇവിടെ 2 എഴുതുക, 3 എഴുതുക. നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക യൂസിങ് പ്രൈം നമ്പേഴ്സ്. അവസാനം എല്ലാം 1 ആകുക. ഇവിടെ 2 കൊടുത്തു, ഇവിടെ 1 ആയി, ഇവിടെ 3 തന്നെ. ഇനി 3 1 ആവാൻ എന്ത് ചെയ്യാം? 3നെ കൂടെ ഡിവൈഡ് ചെയ്യാം. 3 1 1. ഈ എലമെന്റ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ അതാണ് എൽസിയം. 2 into 3 എന്തായി? 6, which is equal to 6. ഈ 6 എന്ന എലമെന്റ് ഏത് സെറ്റിലില്ല? എ എന്ന സെറ്റിലില്ല. ഇറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. അതായത് എ എന്ന സെറ്റിലെ രണ്ട് എലമെന്റ്സ് തമ്മിൽ സ്റ്റാർ എന്ന ഓപ്പറേഷൻ ചെയ്തപ്പോൾ, സ്റ്റാർ എന്ന് വെച്ചാൽ ഇവിടെ എൽസിയം ആണ്, അത് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ആ സെറ്റിലാത്ത എലമെന്റ് കിട്ടി. ആ എലമെന്റ് കിട്ടിയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഹിയർ സ്റ്റാർ ഇസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ. അപ്പോൾ നമുക്ക് എഴുതാം, നോ, ഹിയർ സ്റ്റാർ ഇസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ രണ്ട് എലമെന്റ്സ്, എ എന്ന സെറ്റിലെ രണ്ട് എലമെന്റ്സ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ കിട്ടുന്ന റിസൾട്ട് എയിൽ ഇല്ലാത്തതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഹിയർ സ്റ്റാർ ഇസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു കൗണ്ടർ എക്സാമ്പിൾ കൊടുത്താൽ മതി. ലെറ്റ് സ്റ്റാർ ബി ആൻ ഓപ്പറേഷൻ ഓൺ സെറ്റ് which is defined as A star B equal to mod A minus B. Is star a binary operation? നമുക്കറിയാം Z എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ സെറ്റ് ആണ്. Z എന്ന് വെച്ചാൽ ഇൻറ്റീജർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് രണ്ട് എലമെന്റ്സ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താലും കിട്ടുന്ന ആൻസർ ഇൻറ്റീജർ സെറ്റിൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഡെഫിനിഷൻ ഇതാണ്, A star B is defined as mod A minus B. നമുക്ക് വെറുതെ രണ്ട് ഇൻറ്റീജേഴ്സ് എടുത്ത് നോക്കാം. തൽക്കാലം ഇവിടെ 1 സ്റ്റാർ 3 എടുത്തു. 1ഉം ഇൻറ്റീജർ ആണ്, 3 ഇൻറ്റീജർ ആണ്. ദാറ്റ് ഈസ് മോഡ് 1 മൈനസ് 3 എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡ് 1 മൈനസ് 3 മൈനസ് 2. മോഡ് മൈനസ് 2 എന്ന് വെച്ചാൽ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ഓഫ് ദാറ്റ് നമ്പർ, ദാറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് 2 എന്ന് വെച്ചാൽ ദിസ് 2 വിച്ച് ബിലോങ്സ് ടു സെറ്റ്. ഇനി നമുക്ക് സെയിം നമ്പേഴ്സ് എടുത്താൽ 2 സ്റ്റാർ 2 എടുത്തു. മോഡ് 2 മൈനസ് 2 എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡ് 0. മോഡ് 0 എന്താണ്? 0 തന്നെ. ഇറ്റ്സ് എൻ ഇൻറ്റീജർ. ഇനി നെഗറ്റീവ് എടുത്ത് നോക്കാം. നെഗറ്റീവ് 1 സ്റ്റാർ നെഗറ്റീവ് 3 ഈക്വൽ ടു മോഡ് മൈനസ് 1 മൈനസ് മൈനസ് 3 ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി മൈനസ് 1 പ്ലസ് 3 എന്ന് വെച്ചാൽ മോഡ് 2 ആണ്, which is equal to which is an integer. അപ്പം ഇവിടെ മോഡുലസ് വാല്യൂ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഒന്നിക്കൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. ദേ ആർ ഇൻറ്റീജേഴ്സ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എ സ്റ്റാർ ബി ഈക്വൽ ടു മോഡ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഏത് രണ്ട് ഇൻറ്റീജേഴ്സ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താലും കിട്ടുന്ന വാല്യൂ എന്ത് തന്നെയായിരിക്കും? ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. അതായത് ഒന്നിക്കൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് മാത്രമേ ആൻസർ കിട്ടും. അതുകൊണ്ട് നമുക്ക് പറയാം, ഹിയർ star is a binary operation. Star is a binary operation on Z. Since A star B equal to mod A minus B belongs to Z for all A comma B belongs to Z. അതായത് എയും ബിയും ഏതൊരു ഇൻറ്റീജർ എടുത്താലും മോഡ് എ മൈനസ് ബിയും എന്ത് നമ്പർ തന്നെയായിരിക്കും? ഇൻറ്റീജർ തന്നെയായിരിക്കും. എത്ര എളുപ്പമാണല്ലേ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.